പ്രിയമുള്ളവരെ, എന്ന ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പുതിയ ഒരു ചന്തയുടെ പിറവിയെക്കുറിച്ചാണ്. 2023 ഡിസംബർ 24 ഇതിൻ്റെ തുടക്കം. ആ തുടക്ക ദിവസത്തെ വീഡിയോ ആണ്. 25 ഉണ്ട് എന്നും അറിയാൻ സാധിച്ചു. 2 ദിവസമാണ് അവിടെ ചന്ത പ്ലാൻ ചെയ്യുന്നത്. കരേക്കാട്, മലപ്പുറം ജില്ലയിലെ കരേക്കാടായിട്ടാണ് ഈ ചന്ത ആരംഭിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു തുടക്കം എന്ന നിലക്ക് പ്രിയ പ്രേക്ഷകരിലേക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. തുടർന്നുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. വാഴകൃഷി, അതുപോലെ തന്നെ വാഴ, മുളക് ഇതുപോലത്തെ കൃഷികൾ വളാഞ്ചേരി ഭാഗത്തേക്ക് കൊണ്ടുപോയി ഉപജീവനം കഴിഞ്ഞിരുന്ന കാലത്തിന് പകരം നമ്മുടെ ആളുകൾ ഇവിടെ തന്നെ നേരിട്ട് തന്നെ കച്ചവടക്കാര്, അതുപോലെ തന്നെ കച്ചവടം ചെയ്യാൻ വരുന്ന ആളുകളും ഉപഭോക്താക്കളും തമ്മിലുള്ള ആത്മബന്ധം അത് വീണ്ടെടുക്കുന്നതിനുള്ള ഒരു കച്ചവട സംസ്കാരമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചന്തകളെ പുനർജീവിപ്പിക്കുന്ന ഭാഗമായിട്ട് കരേക്കാട് ചന്ത ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ കച്ചവടക്കാർ പ്രിയമുള്ളവരെ, നിങ്ങൾ തൊട്ട് മുമ്പായിട്ട് കണ്ടത് ഈ ചന്തയുടെ ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട് ഒരൽപ്പം ഇതിനെക്കുറിച്ചുള്ള വിശദീകരണമായിട്ടുള്ള സംസാരങ്ങളാണ്. എന്തായാലും തുടർന്നുള്ള കാഴ്ചകളിലേക്കാണ് പ്രേക്ഷകരെ ഞാൻ ക്ഷണിക്കുന്നത്. ഒരുപാട് കുട്ടികളുടെ റെഡിമെയ്ഡ്, മുതിർന്നവർക്കും കുട്ടികൾക്കുമുള്ള റെഡിമെയ്ഡ് സാധനങ്ങൾ, അതുപോലെ എല്ലാം ഒരു ചന്തയിൽ എന്തൊക്കെ വേണോ അതൊക്കെ ഏകദേശമായിട്ടുണ്ട്. തുടക്കമായിട്ട് പോലും വലിയ കുഴപ്പമില്ലാത്ത, ഞാൻ ഒരു ചന്തക്ക് തുടക്കം എന്ന നിലക്കാണ് നിങ്ങൾ നേരത്തെ പ്രഭാഷണം കേട്ടത്. അപ്പോൾ ഒരു വൈകിട്ട് രാത്രിയൊക്കെ ആകുമ്പോഴത്തേനാണ് ആളുകളൊക്കെ തമ്പടിച്ച് കൂടുന്നത്. നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ അവിടെ മുതലുള്ള കാഴ്ചകൾ പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്ന് കരുതിയാണ് ഇവിടെ കുറച്ച് നേരത്തെ എത്തിച്ചേരാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ ഇനി ഇവിടുന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ചന്തകളിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന ഒരു രീതി തന്നെയാണ്. എന്തായാലും കരേക്കാട് ചന്തയെക്കുറിച്ച് നമ്മൾ പല പല ചന്തകളും വിസിറ്റ് ചെയ്യാറുണ്ട്. ഒരു തുടക്കം, ഉദ്ഘാടന ദിവസം എന്ന നിലക്ക് തന്നെ വലിയ മോശമില്ലാത്ത ജനത്തിരക്കുണ്ടായിരുന്നു. ഇനി വൈകിട്ടൊക്കെ ആയപ്പോഴത്തിലും രാത്രി ആയപ്പോഴത്തിലൊക്കെ നല്ല രീതിയിലുള്ള ജനത്തിരക്ക് ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ ചന്തയുമായി ബന്ധപ്പെട്ട വിശദമായ കാഴ്ചകളാണ് പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ നല്ല രീതിയിലുള്ള ഗാനമേള, മറ്റുമായി ബന്ധപ്പെട്ട കുറേ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കലാപരിപാടിയുടെ കുറേ ഭാഗങ്ങളൊക്കെ അടുത്ത പാട്ടുകളിലൂടെ ഒക്കെ ആയിട്ട് പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ വീട്ടാവശ്യത്തിന് വേണ്ടി വരുന്ന എല്ലാം ഉണ്ട്. ഫാമിലി ആയിട്ട് വന്ന് ഇപ്പൊക്കെ ചന്തകളൊക്കെ, പ്രത്യേകിച്ച് കൽപ്പഞ്ചേരി ചന്ത പോലെയൊക്കെയുള്ള ചന്തകളൊക്കെ ഒരു ഉത്സവം പോലെയാണ് എല്ലാവരും കാണുന്നത്. കുടുംബസമേതം എല്ലാവരും കൂടി ഒരുമിച്ച് തമ്പടിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക്, അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലങ്ങളിൽ ചന്തകളൊക്കെ അവനവൻ്റെ പറമ്പിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന, അതിലൂടെ കിട്ടുന്ന കായ്കനികൾ, എന്നിട്ട് കിട്ടുന്ന വിഭവങ്ങൾ വിൽപ്പന നടത്തി അടുത്ത ഒരാഴ്ചയ്ക്ക് വേണ്ട വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം സ്വരുക്കൂട്ടി വെക്കുക, അതിനു വേണ്ടി പറ്റുന്ന ഒരു സംവിധാനം, അങ്ങനെ ഒരു മേഖലയായിട്ടൊക്കെ ചന്തയെ കണ്ടിരുന്നു. ഇപ്പോഴും അത് അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. വളരെ കുറഞ്ഞ കൃഷി കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ. എങ്കിൽ കൂടെ ഇവിടെ വന്നൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി ആയിട്ട് ഒരു ഉത്സവം പോലെ വരാനും, അതുപോലെ നമുക്ക് വീട്ടിൽ ആവശ്യമായ സാധനമൊക്കെ വാങ്ങിക്കാനും, പ്രത്യേകിച്ച് പലപ്പോഴും ഇങ്ങനെയുള്ള ചന്തകളിലൊക്കെ ഗണ്യമായ വിലക്കുറവുണ്ടാവും എന്നുള്ളതാണ് ഈ ചന്തയിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടാൻ കാരണം എന്നാണ് എനിക്ക് മനസ്സിലായത്. തായ്വാൻ റെഡ് ലേഡി, കടുങ്ങാപുരം പപ്പായ. പ്രഷർ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു സംഭവം കാണാം. പക്ഷെ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് കേട്ടോ, അത് ഞാൻ വ്യക്തമാക്കി എടുക്കാൻ ടൈം വയ്ക്കും. എന്തായാലും ഇതാണ് സംഭവം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചതാണ്. ഇതിൻ്റെ പേര് പറഞ്ഞ് കക്കുംകായ. ഈ കക്കുംകായ എന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുക, തോട് പൊളിച്ച് അതിൻ്റെ ഉള്ളൊരു പരിപ്പുണ്ടോ, കഞ്ഞി വെക്കുന്ന രീതിയൊക്കെ ഡീറ്റെയിൽസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ കക്കുംകായ എന്ന് പറഞ്ഞ സംഭവത്തിനെ കുറിച്ച് പഴയ പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയായിരിക്കും. പുതിയ ജനറേഷനിൽപ്പെട്ട ആളുകൾക്ക് അറിഞ്ഞോളന്നില്ല. അപ്പോൾ എന്തായാലും അത് പല പല അസുഖങ്ങൾക്കും, വേദനയ്ക്കും, ഇങ്ങനെയുള്ള പലതല്ലേ, അങ്ങനെ പല കാര്യത്തിനൊക്കെ ഔഷധ ഗുണമുള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞത്. വേദന സംഹാരിയാണല്ലോ ഇത്. പിന്നെ നമ്മുടെ നനാരി സർവത്ത്, ഇതുപോലെ പച്ചക്കറി ഫ്രൂട്ട്സ് ഐറ്റംസിനൊക്കെ ഉള്ള വളമായിട്ടല്ലേ? ഇത് വളമായിട്ടും മറ്റേ മരുന്നായിട്ടും ഒക്കെ ഉപയോഗിക്കാം. ഇത് കൗങ്ങിനുള്ളതാണ്. കഴുങ്ങനുള്ളത് ഇതെന്തൊരു ഗുളികല്ലേ? പച്ചക്കറിക്കുള്ളത്. ഈ കക്കുകാരെ പറ്റി ഒന്ന് വിശദീകരിച്ചാണേ. ഇത് നെല്ല്, രായി, അതിനുള്ള ഓരോന്നിനുള്ള
വിശദീകരിക്കാനുള്ളത് കക്കങ്ങായ പൂർവികര് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് വേദനക്ക് വേണ്ടിയിട്ട്. അത് കഞ്ഞി വെച്ചിട്ട് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇറച്ചി വെക്കുമ്പോൾ അതിൽ നമ്മൾ പണ്ടൊക്കെ ഇടിഞ്ഞിലും തോലും ആടലോടകത്തിന്റെ ഇലയും ഇതൊക്കെ കുത്തിച്ചാച്ച് കാണ്ടൊക്കെ ഇട്ടിരുന്നില്ലേ, അതിലൊക്കെ കൂട്ടുന്ന സാധനം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതാണ് പ്രായമുള്ളവർക്ക് അറിയാം. അപ്പോൾ അതാണ് കക്കുംകായ. അപ്പോൾ എന്തായാലും ഇദ്ദേഹം നമുക്കറിയാം, കൽപ്പഞ്ചേരി ചന്തൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. കൽപ്പഞ്ചേരി ചന്തയിൽ വരുന്നവർക്കൊക്കെ അറിയാം. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ തൈകളൊന്നും കൊടുത്തിട്ടില്ല നിങ്ങളല്ലേ? സ്റ്റോക്ക് കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. അതിൻ്റെ തൈകൾ കഴിഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കരകടി ചന്തന്ന് ഓപ്പണിംഗ് അല്ലേ? ഓക്കെ. അപ്പോൾ ഓപ്പണിംഗ് ചന്തയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. 4 കിലോ പൈനാപ്പിൾ 100 രൂപ. തായ്വാൻ റെഡ് ലേഡി നല്ല ടേസ്റ്റ് കിട്ടാം. സാമ്പിളൊക്കെ നമ്മുടെ അദ്ദേഹം തന്നിട്ടുണ്ട്. കരിങ്കോയി എന്ത് വില? ജോഡിക്ക് 400 രൂപ. കരിങ്കോയിൻ്റെ കുട്ടികളാട്ടോ, 2 എണ്ണം 400 രൂപ. അത് താഴെ താറാവും കുട്ടികളുണ്ടല്ലോ. താറാവ് ഏതാണ്? മറ്റേ സ്പെഷ്യലാണോ? കരിന്താറാവ്. അതെന്ത് വില ഉണ്ട്? ജോഡിക്ക് 300 രൂപ. താറാവ് ജോഡിക്ക് 400 രൂപ. ഇത് വലിയ താറാവ് ജോഡിക്ക് 500 രൂപ അല്ലേ? ഇതേതാണ് ഇനം? സാധാ നാടൻ. പിന്നെ ഞങ്ങൾ സ്പെഷ്യൽ കോഴി പറഞ്ഞതിൽ ഇതോ? കുട്ടക്കോഴികളോ? രാമപ്രിയ. പയോമി നാടൻ. ഇതൊക്കെ എന്ത് വില ഉണ്ട് ജോഡിക്ക്? ഇത് ജോഡിക്ക് 350 രൂപ. വിവിധ ഇനം റോസ് തൈകളാട്ടോ. 3 എണ്ണം 100 രൂപ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെടുക്കാം. 3 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 100 രൂപ. ഈ കാഴ്ചകളൊക്കെ കരേക്കാട് പുതിയതായിട്ട് തുടങ്ങുന്ന ചന്തയിൽ നിന്നുള്ള
പുതിയ വിശേഷങ്ങളാണ്. ഇവർ കൽപ്പഞ്ചേരി ചന്തയിലും വരാറുണ്ട് അല്ലേ? അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ അവരെ കോൺടാക്ട് ഡീറ്റെയിൽ. ശ്രീ ഗാർഡൻ അല്ലേ? കുന്നംകുളാണോ? ഓക്കെ, ഇവരതാണ് ഈ സംഭവങ്ങൾ. നമ്മൾ കൽപ്പഞ്ചേരി ചന്തയിലൊക്കെ ഇവർ വരാറുണ്ട്. അപ്പോൾ ഇവരായിട്ട് ആർക്കും ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ നമ്പർ ആകട്ടെ എന്ന് കരുതിയിട്ടാണ്. കണ്ടില്ലേ, ശ്രീ ഗാർഡൻ കുന്നംകുളം. അവരെ കോൺടാക്ട് നമ്പർ 2 നമ്പറുണ്ട്. പ്രേക്ഷകർ താല്പര്യമുള്ളവരൊന്ന് പുഷ് ചെയ്താൽ നിങ്ങൾക്ക് ആ നമ്പർ നോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവരുടെ തൈകൾ പറിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം പറിച്ചു കൊടുക്കാൻ അപ്പോൾ ഇങ്ങനെ ഒരു തൈ ആകുമ്പോൾ 20 രൂപ വരെ വരുന്നുള്ളൂ. അപ്പോൾ ഇതിനുള്ളൊക്കെ സംവിധാനം അവരിട്ടുണ്ട്. അവരുടെ ഡീറ്റെയിൽ ഞാൻ തന്നു. വിസിറ്റിംഗ് കാർഡിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതിനുണ്ടല്ലേ. എന്തൊരു ഭംഗിയുള്ള ചെടികളാണ്. ഇതിൻ്റെ ഇലയല്ലത്, പൂവല്ല, ഇലയാണ്. ഇലയുടെ സൗന്ദര്യമാണ് കേട്ടോ. ഇലയുടെ സൗന്ദര്യം കൊണ്ട് മനുഷ്യനെ ആകർഷിക്കപ്പെടുന്ന പ്രത്യേകത ചെടി അല്ലേ? 6 മാസം കളർ നിൽക്കും. 6 മാസം പച്ചയാവും. പിന്നെ വീണ്ടും അത് 6 മാസം കഴിഞ്ഞാൽ വീണ്ടും ചോപ്പാവും. ഇതേ കളറാവുന്നു. യെസ്. ചെടികളുടെ ഒരു ലോകം. അതുപോലെ തന്നെ കായ്കനികൾ ഉണ്ടാകുന്ന ഫലവൃക്ഷ തൈകളും ഉണ്ട് കേട്ടോ. അതൊക്കെ വിയറ്റ്നാം ആണോ? വിയറ്റ്നാം. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഈ ഒരു തൈ എന്താന്ന് വെച്ചാല് വിക്സ് നമ്മളെ വിക്സ് ഉണ്ടല്ലോ, അവരെല്ലാം നുള്ളിയിട്ട് ഒന്നിങ്ങനെ ചതച്ചരച്ച്. അപ്പൊ ഞാൻ അതിന്റെ സ്മെല്ല് അടിച്ചു നോക്കിട്ടോ. അപ്പൊ കറക്റ്റ് ഒരു വിക്സിന്റെ സ്മെല്ലാണ്. പിന്നെ പൊതിയന അല്ലേ? ഇത് പൊതിയനല്ലേ? ഏതാ മധുര തുളസി? ഷുഗറിന് ഇതാണ് ഇല നല്ല മധുരവും ചായയിലിട്ട് കുടിക്കാം. ബ്ലഡിലെ ഷുഗർ കുറയ്ക്കും. ഇത് മധുരം ഉണ്ടാവും. നല്ല മധുരം ചായയിലിട്ട് മധുരവും. ഷുഗർ രോഗികൾക്ക് ഉപയോഗിക്കും. ഓ, അങ്ങനെ. അതൊക്കെ എന്ത് വില തൈന്? 50 രൂപ. അപ്പൊ അവരൊക്കെ ചെടികൾ മാത്രമല്ല, ഇതുപോലെ ഔഷധ ചെടികളുണ്ട്. കൂടാതെ നല്ല ഫലവൃക്ഷ തൈകളുണ്ട് അല്ലേ? ഇതിന് താല്പര്യമുള്ള പ്രേക്ഷകർ ഞാൻ കോൺടാക്ട് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്. സാധിക്കുമെങ്കിൽ ഞാൻ അഡീഷണൽ വേറെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്യാം. വിയറ്റ്നാം ചക്ക ഏകദേശം ഒരു തൈന് 1000 രൂപ. വിയറ്റ്നാം ചക്ക നമ്മളവിടെ കണ്ടത് കായ്ച്ചതിനാണ് 1000 രൂപ പറയുന്നത്. ഒരു സമയത്ത് അതിൻ്റെ ഒരു വർഷം കൊണ്ട് കഴിഞ്ഞാൽ കഴിക്കാൻ പ്രായമായ തൈകൾ 250 രൂപക്കാണ് അവർ കൊടുക്കുന്നത്. 1,400 രൂപ. 2 കിലോ 2 കിലോ എടുക്കുമ്പോൾ 150 രൂപ എടുത്താൽ മതി. 5 രൂപ ലാഭം കൂട്ടുന്നതിനനുസരിച്ച്. ഓക്കെ. എന്തൊക്കെ സുഖല്ലേ ചേട്ടാ? നമ്മളെ കൽപ്പഞ്ചേരിത്തെ മെയിൻ ആളാണ്. കരേക്കാട് ചന്ത സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എന്തായാലും കരേക്കാട് ചന്ത പ്രേക്ഷകർ അറിയട്ടെ. വിജയിക്കട്ടെ, ചന്ത വിജയിക്കട്ടെ. ഓരോരോ സംരംഭങ്ങളും വിജയിക്കാനുള്ളത്. അതിന്റെ റേറ്റ് അതോ പറഞ്ഞു കൊടുക്കുക. ഏതാനുള്ള 50 രൂപ 30 രൂപ 50 രൂപ 30 രൂപ മുതൽ 50 രൂപ വരെ. ഫൈബറും എഴുതിയാല് 30 രൂപ പേര് എഴുതിയാല്. ഈ ഫൈബറും എഴുതിയാല് 30 രൂപ. സ്റ്റീലാവുമ്പോ 50 രൂപ. ഇത് എഴുതുമ്പോ 50 രൂപ. പേര് അതായത് ഈ 50 രൂപ വന്നാല് നിങ്ങൾ പേര് എഴുതി തരും. പേരും മോതിരടക്കം പേരടക്കം അതിനുള്ള ചാർജ് ആണത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ചന്തയില് മാത്രം ഓഫറാണ്. ചന്തയിൽ മാത്രം ഓഫറാ. അപ്പൊ കരേക്കാട് ചന്തയിൽ വന്നാൽ അദ്ദേഹത്തെ കാണാം. അതുപോലെ കൽപ്പഞ്ചേരി ചന്തയിലുണ്ടോ? ഈ 2 ചന്തയിലും ഓഫറാണ്. ഈ 2 ചന്തയിലുള്ള ഓഫറാണിത്. വേറെ എവിടെയും പോയാൽ കിട്ടൂല. 2 ചന്തയിലുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടാ. ഇവിടെ കൊച്ചുങ്ങളൊക്കെ ധാരാളമായിട്ട് മോതിരം സെലക്ട് ചെയ്തോണ്ട് പേര് എഴുതി തരാൻ പറയും മോളെ.
അത് ഭാഗമുള്ള സൈസ് നോക്കട്ടെ. കാണിച്ചടാ മുതല കാണിച്ചാ പേര് ചെയ്തണ്ടേ? ആ ഇനി പേര് ചെയ്ത് കുടിക്കും. നേരത്തെ പേര് ചെയ്തില്ല, ഇപ്പൊ പേര് ചെയ്തിട്ടാ. ബിലാൽ ഓക്കെ അല്ലേ? നീ പാട്ട് എഴുതല്ലേ? എന്താ സംഭവം? എന്താ ഇത് നറുക്കെടുപ്പ്. ചന്തകമ്മ കരേക്കാട് ചന്ത കമ്മിറ്റി ഒരു നറുക്കെടുപ്പിന്റെ പുതുവത്സര സമ്മാനവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഡീറ്റെയിൽഡ് വയസ്സ് സമ്മാനം ചെയ്യുന്നവര് 300 രൂപയുടെ 10 രൂപയാണ് സമ്മാന കൂപ്പണ്. ആ കൂപ്പണ് റേറ്റ് 10 രൂപ ഉള്ളൂ. അപ്പൊ അതിന് സമ്മാനം പ്രൈസ് അടിക്കുന്ന ആൾക്കാർക്ക് 300 രൂപന്റെ പർച്ചേസ്, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചന്തയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. എന്തായാലും ഇതെന്റെ സുഹൃത്ത് ഞാൻ പിടിച്ചു കൊടുത്താണ് ചന്തയിൽ. ഒരാ വീഡിയോ ചെയ്തപ്പോ തന്നെ പേര് മാറിക്കണം. ബദറുദ്ദീൻ കൽപ്പക.